വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് ഞങ്ങളുടെ അൽബേനിയയിലെ സെക്കൻഡ് ഡേ ആണ്, രണ്ടാമത്തെ ദിവസമാണ് അല്ലേ? ഇന്നലത്തെ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ മൂന്നിടത്ത് പോയി. ഒന്നെന്ന് വെച്ചാൽ ബ്ലൂ ഐ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. രണ്ട്, പിന്നെ അവിടുത്തെ ഒരു എന്താ പറയാ, ഒരു എവിടെയായിരുന്നു നമ്മൾ പോയത്? ഒരു ആർക്കിയോളജിക്കൽ പാർക്ക്, ബ്യൂട്രിറ്റ് ആർക്കിയോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാമത് പോയത് ഒരു ലുക്കർഷി കാസിൽ. അവിടെ ഞങ്ങൾ ഇത് ചെയ്തു, ഞങ്ങൾ കുറച്ച് സൺസെറ്റ് കണ്ട്. അവിടെ അത്യാവശ്യം വൈബാണ് കേട്ടോ. സൺസെറ്റ് ഒക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രീവിയസ് വ്ളോഗിൽ. അപ്പൊ അവിടെ പോയി ഞങ്ങൾ 3 സ്ഥലമാണ് കവർ ചെയ്തത് ഫസ്റ്റ് ഡേ. അപ്പം അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ആണ് ഇന്ന്. പിന്നെ ഇനിഷ്യലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഞങ്ങൾ ചെയ്തോളാണ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് ഞങ്ങളുടെ ഒരു റൂട്ട് മാപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞങ്ങൾ ആദ്യം ടിറാന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ നിന്ന് ഒരു കാർ റെന്റിനെടുത്ത് അവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം കാറിൽ ഡ്രൈവ് ചെയ്ത് നമ്മളിവിടെ സറണ്ടേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. അവിടാണ് ഞങ്ങൾ റൂമൊക്കെ എടുത്തേക്കുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് ഇവിടാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഈ സറണ്ടേ ഈ ഏരിയയാണ്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് കുറച്ചേ ഉള്ളൂ. നമുക്കൊരു വൺ ഡേ കൊണ്ട് കണ്ടു തീർക്കാനും, അല്ലെങ്കിൽ ഒരു 1 ഡേ ആവശ്യമില്ല, ഒരു ദിവസം പെട്ടെന്ന് ഇവിടെ നിന്ന് കണ്ടു തീർക്കാൻ പറ്റും. അപ്പൊ ഞാൻ എടുത്ത വണ്ടി എന്ന് വെച്ചാൽ വോക്സ്വാഗന്റെ പോളോ ആണ്. ഇതാകുമ്പോ ചെറിയ വണ്ടിയാണ്. അപ്പൊ 5 ദിവസത്തേക്ക് ഞങ്ങൾക്ക് 120 യൂറോ ആയിട്ടുള്ളൂ അല്ലേ? 5 ദിവസത്തേക്ക് എടുക്കുന്നതിന് 120 യൂറോ. അതായത് നമുക്ക് എത്ര വേണമെങ്കിലും അതില് നമുക്ക് വണ്ടിയിൽ ട്രാവൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ക്യാബ് വിളിച്ച്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഗെറ്റ് യുവർ ഗൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളിപ്പോ പോയ 3 സ്ഥലത്തോട്ട് പോകണമെങ്കിൽ തന്നെ ഒരാൾക്ക് പെർ പേഴ്സൺ ലൈക്ക് 160 പൗണ്ട്, അല്ലെങ്കിൽ 2 പേർക്കും കൂടി 200 കൊണ്ട് അങ്ങനെയൊക്കെ ആവും. ഇപ്പം കാർ എടുത്തോണ്ട് ഞങ്ങൾക്ക് ആ ഒരു ചെലവ്, കാറിന് റെന്റ് കൊടുത്ത് ചെലവ് മാത്രമേ ഉള്ളൂ. പോകുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ തന്നെ പോയി എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തോട്ട് കയറുമ്പോൾ നമ്മൾ 10 യൂറോ അല്ലെങ്കിൽ 12 യൂറോ. ഇന്നലെ ഞങ്ങൾ കയറി എടുത്തെടുത്ത് എത്ര 10 യൂറോ. അപ്പൊ കുറവായിരുന്നു. ഇക്കളാവുന്നുണ്ടോ? വെള്ളം കുടിക്കാതെ ഇക്കളാവുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ മാക്സിമം അങ്ങനെയാണ് പോകുന്നത്. കാരണം നമ്മൾ തന്നെ വണ്ടി എടുത്ത് നമ്മൾ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ചെലവ് കുറവാണ്. മറ്റേത് ഇപ്പം ഒരിടത്ത് തന്നെ പോകണമെങ്കിൽ വേറെ ട്രാവൽസിനും എല്ലാം കൂടെ നമ്മളെ ഈ കാറിന്റെ 3 ദിവസം റെന്റ് ക്യാഷ് ഒരു ദിവസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് നമ്മളെല്ലാം കാർ എടുത്ത് ഡ്രൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴും കാർ എടുക്കുമ്പോൾ ചെറിയ കാർ എടുക്കുക. കാരണം ഇവിടെ വമ്പൻ ട്രാഫിക്കാണ്. എല്ലായിടത്തും കൊണ്ട് തിരിക്കാനും വളയ്ക്കാനും ഒക്കെ പാടായിരിക്കും. കാരണം ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ആൾക്കാർ ആയാലും ഒത്തിരി ആൾക്കാർ വരുന്നത്. അപ്പം എപ്പോഴും ഇപ്പൊ കപ്പിൾസ് ആണെങ്കിൽ ചെറിയ കാർ എടുക്കുക. പിന്നെ നിങ്ങൾ 4-5 പേര് കൂട്ടമായിട്ട് വരുവാണെങ്കിൽ വലിയ കാർ എടുക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല. ഫോണ് എന്റെ ചാർജ് കയറിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഫോണിൽ കാറിൽ തന്നെ കണക്ട് ചെയ്ത്. ഇന്ത്യൻ പ്ലഗ് ആണ്. നമ്മൾ വിചാരിച്ചു UK അഡാപ്റ്റർ കൊണ്ടുവന്ന് കുത്തണമെന്ന്. പക്ഷെ ഇവിടെ എല്ലാം ഇന്ത്യൻ ഇതാണ്. അപ്പൊ നമ്മുടെ ഇരിക്കുന്ന എല്ലാം UK കുത്തുന്ന പോലത്തെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച സ്ട്രെയിറ്റ്നർ ഒക്കെ യൂസ് ചെയ്തപ്പോ ഇവിടെ കുത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഫോൺ പക്ഷെ നമ്മുടെ UK ചാർജറാ. ഫോൺ ഫുള്ള് ഡെഡ് ആണ് രാത്രി തൊട്ട്. ഫോൺ ഞങ്ങൾ കാറിൽ ഇരുന്നിട്ടാണ് മറ്റേ പ്ലഗ് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇൻ കേസ് നിങ്ങൾ വരുമ്പോഴും ഇതുപോലെ നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ചാർജസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ മതി. പിന്നെ നന്നായിട്ട് ടാൻ അടിക്കും. അതായത് നല്ല വെയില. ഞാൻ ഇന്നലെ ഒരു ദിവസത്തോടു കൂടി നല്ല രീതിക്ക് ടാൻ. അങ്ങനെ ഞങ്ങള് ബീച്ച് എത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ പോകുന്ന വഴിയിൽ അപ്പം കസമ്പൽ ബീച്ചിലല്ല എത്തിയിട്ടാക്കുന്നത്. ഞങ്ങൾ വേറൊരു ബീച്ചിലാണ് എത്തിക്കുന്നത്. ഏ ബീച്ചിന് വരുന്നത് അങ്ങനെ എന്തൊരു ബീച്ചിലാണ്. ഷപ്പല്ലെ ഈ പെരുമ്പാവൂരോ അങ്ങനെ ഒരു ബീച്ചിലാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയിൽ കാറിൽ ഇവിടെ വരണം. കാറുണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എത്തിപ്പിടിക്കാൻ. കുറച്ച് ഹില്ലി ഏരിയയാണ്. കാർ ഓടിച്ച് വേണം ഇവിടെ മണ്ടയ്ക്കോട്ട് കയറി ചെല്ലാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ താഴെ പോകണം. ബീച്ച് കാണാൻ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ബീച്ചിന്റെ പേര് ഷപ്പല്ലെ ഈ പെരുമ്പാവെ അങ്ങനെ എന്തോ ഒരു പേരാണ്. അതായത് പ്രൊണൗൺസിയേഷൻ നമുക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ടായി. ടോപ്പിൽ കൊണ്ട് കാറൊക്കെ പാർക്ക് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾ കണ്ടു നോക്ക്. ഇവിടുത്തെ മെയിനായിട്ട് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കടലിൻ്റെ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു കളർ എന്ന് വെച്ചാൽ പ്യുവർ ബ്ലൂ ആണ്. ബ്ലൂ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഫുൾ നീറ്റാണ് സംഭവം. അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ലുക്കാണ് കാണാൻ. അപ്പം ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. നോക്കിയോ, കണ്ടോ, ഇതാണ് വ്യൂ. കണ്ടോ, അന്യായ വ്യൂ ആണ്. ഇവിടെ ഫോട്ടോസിനൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ ഭയങ്കര സെറ്റപ്പ് എന്ന് വെച്ചാൽ ബോട്ടിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഒരു സ്പീഡ് ബോട്ട് വരുന്നുണ്ട്. പിന്നെ നല്ല വൈബാണ്. കാരണം അവിടെ കുറേ പേര് കുളിക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു ഹില്ലി ഏരിയ. നമ്മൾ വണ്ടി മേളിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഇങ്ങനെ വന്നതാണ്. രണ്ട് ഇതുവഴി ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഉണ്ട്. നമുക്കപ്പോൾ വണ്ടി മേളിൽ പാർക്ക് ചെയ്യാം. അവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ട്. അത് ജസ്റ്റ് ഒരു 3 പൗണ്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളാണ് അവിടെ നിന്ന് ഇങ്ങനെ വന്നതാണ്. ഇതാണ് ബീച്ച്. കണ്ടോ, ബീച്ചിന്റെ ഒരു വൈബ് ഉണ്ടോ, ഒരു അന്യ ലുക്കല്ലേ ബീച്ച്. ഇവിടെ വന്നപ്പോൾ ഒരു നൈസ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ മിക്ക ആൾക്കാരെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൊക്കെ ഈ സംഭവം കണ്ടിട്ടുണ്ട്. പിന്നെ അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ പ്രൈവറ്റ് ബോട്ട് എടുത്തിട്ട് അടിച്ചു പൊളിക്കുകയാണ് ടീം. ഇതിന്റെ മണ്ടയ്ക്കോട്ട് കയറി നോക്കട്ടെ. ഓ യാരെന്ത ദേവത ഫോട്ടോ എടുക്കുന്ന പറഞ്ഞ ഫോട്ടോ എടുത്ത് കൊടുക്കണം. പിന്നെ ഇതാണിപ്പോൾ
നല്ല വൈബാണ് കണ്ടോ. ഞങ്ങൾ ആ ഹിൽ സ്റ്റേഷനിൽ വന്നേ കണ്ടു ഇത്രയും അവനിപ്പോൾ തന്നെ വെള്ളം വാങ്ങിയപ്പോൾ എന്ത്. അപ്പോൾ ഹിൽ സ്റ്റേഷനാണ് ഇവിടുന്ന് നൈസായിട്ട്. ഇതാണ് ബീച്ച്. ഓക്കെ, ഞാൻ 2-3 ഫോട്ടോസ് എടുത്ത് കൂടെ പോയി. ഇതുപോലെ നമുക്ക് പ്രൈവറ്റ് ബോട്ട്സ് ഒക്കെ എടുക്കാറുണ്ട്. ഇതുപോലെ പ്രൈവറ്റ് ബോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഗൈസ്, ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്, കുറച്ച് കഷ്ടപ്പെട്ട് വേണം ഇറങ്ങാൻ. ആ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ നല്ല ഡിഫിക്കൽട്ടിയാണ് ഇവിടെ ഇറങ്ങാൻ വേണ്ടി. പക്ഷേ ഒരു കാര്യമുണ്ട്, കഷ്ടപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അടിപൊളി ഒരു വ്യൂ കാണാം. ആ ഒരു ഗുണത്തിൽ ഞങ്ങൾ കഷ്ടപ്പെടാണ്. സ്റ്റെപ്പ് ഉണ്ടാവും, ഈ സ്റ്റെപ്പ് നമ്മളിങ്ങനെ ഇറങ്ങി വരണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് നല്ല സ്റ്റെപ്പാണ്. പിന്നെ തിരിച്ച് കയറുമ്പോൾ എന്താവും എന്തോ നല്ല കഷ്ടപ്പാടാണ്. തിരിച്ച് മുകളിൽ പോകണ്ടേ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അണ്ട വ്യൂ ഉണ്ടോ, വ്യൂ ഉണ്ടോ, ഓ വ്യൂ കണ്ടോ, വ്യൂ കണ്ടോ. ബീച്ച് ഗൈസ് പറഞ്ഞ പോലെ ഇത് പ്രൈവറ്റ് ബീച്ചാണ്. ഇവിടെ വന്ന് ഇവിടെ അടിച്ചു പൊളിക്കണമെങ്കിൽ ക്യാഷ് വാങ്ങിക്കും കേട്ടോ. പക്ഷേ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രൈവറ്റ് ഫോട്ടോസ് മാത്രം എടുത്താൽ മതി, ഞങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു. Galera, vou embora, hein? Meu tempo já tá. The wife was there waiting for. Okay. My wife is. Yeah. Oh, where is she? He's lost. He's lost. Galera. Valeu, Jorei. Deus abençoe. Okay, see you. We'll take some photos and leave. Okay. Take a photo. Okay. Nice to meet you. You too. Nice to meet you. Okay, bye. The club, Brazil club, we know, Brazil and Argentina, like we usually watch, football. There is a huge fan in India, like for Brazil and for Argentina. In downside, like if you come to Kerala, have you heard about Kerala? No. You should visit Kerala. India south part, South. which is like very like tourism is very good there. Like it's a very like Nice place. It's near for. Yeah. It's near for. Yeah, it's What's far, this it's place? far. Yeah. It's mostly it's too far from here. Almost like 6 hours flight. No, from UK it's like 10 hours. 10-hour flight. You have a layover in Dubai and from there you have to go. But it's a nice place. So you have a huge fans in India. Like, you know, in India, Brazil and Argentina have huge fans. With the club, football club. അങ്ങനെ ഈ ബീച്ചിൻ്റെ അടുത്തുണ്ട്. ബീച്ച് ഒരു അന്യ രക്ഷത ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി വൈബാണ് ബീച്ച്. അപ്പോൾ ഞങ്ങളിവിടെ ബീച്ചിൻ്റെ അടുത്ത് വന്നു. ഇവിടെ കുറേ ആൾക്കാർ, ഇത് പ്രൈവറ്റ് ബീച്ചാണ്. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ക്യാഷ്. 5 പൈസ ഞങ്ങൾ കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ പ്രൈവറ്റ് ബീച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ നേരത്തെ ഫോട്ടോസൊക്കെ എടുത്ത സ്ഥലം പ്രൈവറ്റ് ബീച്ചാണ്. പക്ഷേ ഞങ്ങൾ ക്യാഷ് ഒന്നും കൊടുക്കാണ്ട് തന്നെ എൻജോയ് ചെയ്യുന്ന കൈസ്. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുത്തിയാണെങ്കിൽ ഇവിടുന്ന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ മണ്ണ് താന്ന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. പക്ഷേ ഈ വെള്ളം കണ്ടോ കൈസ്, വെള്ളം കണ്ടോ നല്ല ക്ലിയർ ആണ് ഇവിടുത്തെ വാട്ടർ. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ്. കണ്ടോ നല്ല ക്ലിയർ വാട്ടർ. It's Newcastle is too cold, right? It's too cold, yeah. But this is nice. But I like this sea. Like I don't know what is the sea name? This is the Ionian. Ionian. Yeah. Oh. Ionian Sea. But it looks great. No much waves. Yeah. Calm and quiet. Yeah, it's very calm and clear. Okay. 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 You're busy people. No. Next is like, where are we gonna? Next we are going to Casamil. Tamil. Casamil. Yeah. Tamil. There are some restaurants. Yes, and there's some nice restaurants. Yeah. We didn't went to Samilet. Okay. So we need to go there. Yesterday we went to La Kushi Castle. Then National Park and Archaeological Park. Okay. It was such a waste. Nothing is there. And we went to Blue Eyes. Yes. Blue Eye is nice, but we like this place. And here it's quick. So you cannot, and there's no road. So really it's this area here which is the നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാൻ. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് വെച്ചാൽ നൈസ് ടു മീറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ്. നൈസ് ടു മീറ്റ്. അത്യാവശ്യം ആംബിയൻസ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി കളർഫുള്ളാണ്. ഇങ്ങനെ മെനു നോക്കുവാണ് എന്ത് ഓർഡർ ചെയ്യണമെന്നുള്ളത്. എന്തായി വല്ലതും കിട്ടിയ ബീഫോ? സ്റ്റീക്കും ബീഫ് ചോപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അതാണ് നമ്മളിന്ന് ഓർഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം റെസ്റ്റോറൻറ്റ് നൈസ് ടു മീറ്റ്. ഓക്കെ, നമ്മളെന്തായാലും നോക്കട്ടെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, എല്ലാം ലെക്കിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കറൻസി മാറ്റി കഴിഞ്ഞാൽ സെറ്റാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ല, ഭയങ്കര ചീപ്പാണ് ഫുഡൊക്കെ. നമ്മുടെ ഇന്ത്യയിൽ വന്നൊരു ഫീലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. കാരണം പൗണ്ടും കൊണ്ട് ഇന്ത്യയിൽ വന്നുള്ള അവസ്ഥ എന്താ, അതേ സീനാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഫുഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡാണ് ഇവിടെ മിക്ക റെസ്റ്റോറൻറ്റ്സിലുള്ളത്. അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ മെനു. കണ്ടോ, നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം ഇവിടെ തന്നെ, ഫ്രണ്ടിൽ തന്നെ. അവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാം. ഞങ്ങൾ വണ്ടിയാണ് തൂവാ കിടക്കുന്ന വണ്ടി. അപ്പോൾ ഞാൻ ഇതൊരു വണ്ടി കാണിച്ചു തരാം, വണ്ടി കാണിച്ചു തരാം ഇത് വേണ്ട. അപ്പോൾ ഇതാണ് ആംബിയൻസ് മൊത്തത്തിലുള്ള. ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെടുന്നത് എല്ലായിടത്തും ഇതേ റേറ്റ് ആണെന്ന് തോന്നുന്നു. ആ എല്ലായിടത്തും ഇപ്പൊ പക്ഷെ ബീച്ചിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു എക്സ്ട്രാ കൂടെ ആഡ് ചെയ്യും. കാരണം നമ്മൾ വ്യൂ കണ്ടിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പൊ ആംബിയൻസിനൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യും. വേറെ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന റിസോർട്ട് തന്നെ ബീച്ചിന്റെ ഫ്രണ്ടിലായതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ട് അവർ കാശിട്ടത്. നോർമൽ ഒരു ഇതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ റെസ്റ്റോറന്റിലും എല്ലായിടത്തും ഉള്ളത്. പക്ഷെ ഇവിടെ അത്യാവശ്യം ആംബിയൻസ് ഉണ്ട് കണ്ടോ. ഇതൊക്കെ മതി, ഇതിന്റെ ആംബിയൻസ് ഒക്കെ ഉള്ളതാണ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തി. ഇതാണ് ബീഫ് സ്റ്റീക്ക്. ഇതെന്താടി ഇത്? ബീഫ് ചോപ്പും ബീഫ് സ്റ്റീക്കും എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ബ്രെഡ്, ബീഫ് ചോപ്പ് ആൻഡ് ബീഫ് സ്റ്റീക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം ഇത് കഴിച്ച് തുടങ്ങാം. എന്താ പറയുന്നത്, ഹാപ്പിയാണോ? അപ്പോൾ നൈസായിട്ട് നമ്മളിത് കഴിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ 2-3 ഫോട്ടോസും എടുക്കട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഉണ്ടാവും. ഒരു പീസും കട്ട് ചെയ്ത് അടിച്ചു നോക്കി ഇവിടെ. അപ്പോൾ നല്ല ഓഫ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ചെന്നാലും സ്റ്റീക്ക് കിട്ടും കേട്ടോ. സ്റ്റീക്ക് പിന്നെ ഇന്നലെ ഞങ്ങൾ ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഇന്ന് ഞങ്ങൾ ബീഫ്. നാളെ ഞങ്ങൾ ഫിഷ് ഫുഡിലേക്ക് മാറുന്നതായിരിക്കും ഗായ്സ്. ഒരു രക്ഷയില്ല, മാരക ടേസ്റ്റ് എന്ന് വെച്ചാൽ മാരക ടേസ്റ്റ് ആണ്. അത് കട്ട് ചെയ്തിട്ട് അത് കഴിച്ചാണെങ്കിൽ അതിനകത്ത് ഈ സോസ് ഒരു രക്ഷയില്ല. കഴിച്ചോ. ഒരു രക്ഷയില്ല, ഹെവൻ. ഇത് ഒരു രക്ഷയില്ലല്ലോ, മാരക രുചിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എരിവ് കുറവാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഇല്ല. ഈ സോസിൽ മുക്കി അടിക്കുമ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഐ നോ സ്പീക്ക് ഇംഗ്ലീഷ് പറഞ്ഞു. അതായത് ഇംഗ്ലീഷ് അങ്ങനെ ഇപ്പോൾ എല്ലാവരും സംസാരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചിലതൊക്കെ വെച്ചാൽ റെസ്റ്റോറൻറ്റൊക്കെ ആയാലും അത്യാവശ്യം നമുക്ക് അറിയുന്ന ഭാഷയൊക്കെ മലയാളത്തിലൊക്കെ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം മനസ്സിലായാൽ മതി ഞാൻ നോക്കിയിട്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് സെറ്റാക്കാം. പിന്നെ ഇംഗ്ലീഷ് കുറേ ആൾക്കാരൊക്കെ സംസാരിക്കും. ഇവർ മറ്റേ ലാറ്റിൻ, ഗ്രീക്ക് അങ്ങനെയൊക്കെയുള്ളൊരു മിക്സഡ് ലാംഗ്വേജ്. പിന്നെ ഇവിടെ അൽബേനിയൻ ലാംഗ്വേജ് ഉണ്ട്. അല്ല, അന്ന് ഞങ്ങൾ കാർ റെൻ്റ് എടുത്ത സമയത്ത് അവർ പറഞ്ഞത് അവർ ലാറ്റിനും ഗ്രീക്കും അങ്ങനെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ സംസാരിക്കും. പിന്നെ അൽബേനിയൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. സാമിൽ ബീച്ച്, അതായത് കസമിൽ അല്ലെങ്കിൽ സാമിൽ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. അതുകൊണ്ട് ഒരാളങ്ങ് പറക്കമാണ് അവൾ. അതുകൊണ്ട് ഇതാണ് ബീച്ച്. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ അമ്പർല യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ഈ അമ്പർല ഒന്നും യൂസ് ചെയ്യുന്നില്ല തൽക്കാലം. അതുകൊണ്ട് ഞങ്ങൾ കൂളായിട്ട് ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടുപോവാണ്. നല്ല വൈബാണ്. അത്യാവശ്യം കസമിൽ ബീച്ച് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക, റെസ്റ്റോറന്റിന് മുന്നിൽ ഇങ്ങനെ ബെഡ് വെച്ചിട്ട് കൊടയും വെച്ചിട്ട് ഇതാണ് ബീച്ച്. അപ്പോൾ ഓരോ ബെഡ് ഉണ്ടാവും. ഈ ബെഡിന് 10 euros ആണ് അവർ ചാർജ് ചെയ്യുന്നത് പെർ അവർ, അങ്ങനെ തോന്നുന്നു. അപ്പം 10 euros നമ്മുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു. അപ്പം നമ്മൾ ഇങ്ങനെ ബെഡ് ഇട്ടിട്ടുണ്ട്, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന റെസ്റ്റോറൻറ്റിൽ ഇതേപോലത്തെ സെറ്റപ്പ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങളിത് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അല്ലേ. അവിടെ നമ്മൾ എടുത്ത റിസോർട്ടിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ ജസ്റ്റ് ഞങ്ങൾ ഇതൊന്ന് കണ്ടുപോകാമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കസമിൽ ബീച്ച്. നല്ല രസമാണ് കേട്ടോ, നല്ല വമ്പൻ ആംബിയൻസ് ആണ്. ഇവിടെ ഫുൾ ടൂറിസമാണ് ഇവിടെ മെയിൻ കേട്ടോ. കണ്ടോ, ഇതാണ് ഇങ്ങനെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് ഈ ഏരിയയിലെ. കണ്ടോ, അന്യ ആംബിയൻസ് ആണ്. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് സ്പീഡ് ബോട്ടും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. സ്പീഡ് ബോട്ട് ഐറ്റംസും അതും ഇതും എല്ലാം ഉണ്ട് ഇവിടെ. നൈസാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ. കണ്ട സൺസെറ്റൊക്കെ കണ്ടിരിക്കാം. അതെല്ലാം പറ്റിയ ഒരു പ്ലേസ് ആണിത്. This is a kind of desserts, right? So guys, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ചവീരിന ഗുസ്താവാരി. You come here for everything. You make me. Yeah, vlogging. നമ്മൾ നടന്നു വരുമ്പോണ്ടല്ലോ, നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിലുള്ള ആൾക്കാർ നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യും, നൈസ് ഫുഡ് അത് എന്നൊക്കെ പറഞ്ഞു. നമ്മളപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡ് കഫേയിലൊക്കെ കയറാവും. എല്ലായിടത്തും കയറി കഴിഞ്ഞാൽ ക്യാഷ് ഒന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് അങ്ങനെയൊക്കെ ചോയ്സ് ചെയ്ത ഫുഡൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ഗൂഗിൾ ചെയ്തിട്ടൊക്കെ വരാം. അപ്പോൾ ഞങ്ങൾ കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും. ലാസ്റ്റ് ഇവിടുന്ന് പോകാൻ നേരം ഞങ്ങൾ ഓരോ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കയറി റെസ്റ്റോറൻറ്റ് നെയിംസൊക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ഈസി ആയിരിക്കും എന്താ പറയുക കണ്ടുപിടിക്കാനൊക്കെ. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് സാമിൽ ബീച്ചാണ്. ഇത് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ സാമിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കെ ആണ് സ്റ്റാർട്ടിങ്, കെ സൈലൻ്റ് ആണ്. അപ്പോൾ സാമിൽ ബീച്ച് എന്നാണ് ഇവിടെ എല്ലാവരും പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു നൈസ് ആംബിയൻസ് ആണ്. ബട്ട് എന്താ പറയുക, ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെയും കൂടെ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് കാർ പാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വെച്ചാൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റ് നമുക്ക് കാർ പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ഫെസിലിറ്റീസും ഉണ്ടാവും. പിന്നെ ആ റെസ്റ്റോറൻറ്റ് ഔട്ട് എന്ന് വെച്ചാൽ ഇതുപോലത്തെ ചെറിയ ബീച്ചും പ്രൈവറ്റ് ബീച്ച് പോലെ ആയിരിക്കും. അപ്പം എക്സ്ട്രാ അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ 10 euros കൊടുക്കണം. നമ്മളിപ്പോൾ ഈ കുടയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ. കാരണം ഇതുപോലത്തെ ഇങ്ങനത്തെ കുടയൊക്കെ ഇല്ല, ഇതിൻ്റെ അടിയിൽ വെയിൽ കാഞ്ഞ് കിടക്കണമെങ്കിൽ ഒരു 10 euro എക്സ്ട്രാ കൊടുക്കണം. അത്രേ ഉള്ളൂ. പക്ഷേ ഓവറോൾ എന്ന് വെച്ചാൽ അടിപൊളിയാണ്.
ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാരണം നമ്മൾ കണ്ടത് തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വേറെ ലൊക്കേഷൻ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുക ഓരോന്ന് കണ്ട് തീർക്കാൻ വേണ്ടി. അപ്പം ഇന്ന് വൈകുന്നേരത്ത് ഇന്നും കൂടെ ഉള്ളൂ ഞങ്ങൾ സറണ്ടയിൽ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് മാറും, അടുത്ത് നമ്മൾ ടൂറിസ്റ്റിലോട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ കാണാനുള്ള ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം കൂടെ കണ്ടു തീർക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരേപോലെ ഉണ്ട്. ഇതുപോലെ കുടയും ഇതുപോലത്തെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് ആൾക്കാർ ഇങ്ങനെ കുളിക്കുന്നുണ്ടാവും. ഞങ്ങളും ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ നല്ല നല്ല സ്പോട്ട് കാണുമ്പോൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ട് ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ. പിന്നെ വരുമ്പോൾ ഫോൺ ഫുൾ ചാർജ് ആയിരിക്കണം. ഞങ്ങൾ ഇടയ്ക്ക് ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു. ഞങ്ങൾ ബ്ലോഗ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ചാർജൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കാറിനകത്തൊക്കെ ഇരുന്ന് ചാർജൊക്കെ ആക്കിയിട്ട് ഇറങ്ങിയത്. കാരണം നമ്മുടെ പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞ പോലെ ഈ ഫോണിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് ചാർജ് എടുത്തുകൊണ്ട് വരുമ്പോൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ചാർജ് എടുത്തുകൊണ്ട് വരിക. കാരണം അതാണ് ഇവിടെ കൂടുതലും മിക്കുള്ള ചാർജിങ് സ്ലോട്ട്. നമ്മുടെ യൂറോപ്പിലുള്ള ലണ്ടൻ UK അതൊക്കെ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ പാടായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ പവർ ബാങ്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത വണ്ടി, വോക്സ്വാഗൻ്റെ പോളോ ആണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല നൈസ് മൈലേജും ഉണ്ട്. പിന്നെ ഈ മൈലേജിന് മാത്രമല്ല, പിന്നെ എന്താ പറയുക, കംഫർട്ടാണ് വണ്ടി. നമുക്ക് അത്യാവശ്യം വണ്ടി നമുക്ക് എന്താ പറയുക എവിടെ വേണമെങ്കിലും കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം, പിക്കപ്പും അങ്ങനത്തെ സീനൊന്നും ഇല്ല. കാറിൻ്റെ ഒക്കെ ഇതിൻ്റെ ഉണ്ട്. ഹായ്, സോ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ നൈറ്റ് ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെ ഈ നൈറ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഈ റൂമിൻ്റെ ഞങ്ങൾ നിൽക്കുന്ന വില്ലയുടെ നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. നൈസായിട്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം പൊളിയായിട്ട്. ഇപ്പോൾ ഞങ്ങൾ 2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. കണ്ടത് പൊളിയാണ് ഗൈസ്. ഇവിടെ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്, രക്ഷയില്ല. നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായം. നൈറ്റ് രാവിലത്തെ വ്യൂവിനേക്കാളും കുറച്ച്. രാവിലെയാണ് ഇവിടുത്തെ നമ്മളല്ലേ ഈ കടൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഞാൻ നാളെ രാവിലെ ഇവിടെ ഇറങ്ങിയിട്ട് കടലും കൊണ്ടൊന്ന് കാണിച്ചു തരാം. മിക്കവാറും ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ഇൻ ദിസ് റിസോർട്ട് ഓർ ദിസ് വില്ല. അതിനുശേഷം ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് ആയിട്ട് ചുമ്മാ ജസ്റ്റ് ഒരു സ്പീഡായിട്ടൊരു ഷൂട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മുടെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി. കണ്ട് ഇതാണ് ഇവിടുത്തെ റിസോർട്ട്. നിങ്ങൾക്ക് ഞങ്ങളെ പിങ് ചെയ്യാം. നിങ്ങൾക്ക് ഞങ്ങളെ പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾ ഈ റിസോർട്ട് എവിടെയാണുള്ളതും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ റൂം എത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് പുറത്തുള്ള ആ പരിപാടിയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും എന്താ പറയുക, ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സറണ്ടയിലെ 2ാമത്തെ ദിവസമാണ് ഇന്ന് കൂടെ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇന്നത്തെ വ്ളോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നാളെ ഇനി ഇവിടുന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാണ്. ഈ ഫ്ലാറ്റിൽ നിന്ന് ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങൾ ഈ വില്ലയിൽ നിന്ന് നാളെ ഈ വില്ലയിൽ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ വെക്കേറ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്തോട്ട് പോവാണ്. അപ്പം ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനി 3ാമത്തെ ദിവസമാണ്, അത് നാളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ പിങ് ചെയ്യാതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി വന്നിട്ട് ഇനി വരുമ്പോഴായാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. അത്യാവശ്യം നല്ല അക്കോമഡേഷൻ, അറ്റ്ലീസ്റ്റ് ലൈക്ക് എന്താ പറയുക ചീപ്പ് ആൻഡ് ഗുഡ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റേ ആയാലും എല്ലാം സൗകര്യമുണ്ട്. കാരണം നമ്മുടെ ഒരു ഹോം സ്റ്റേ പോലെയാണ്. നമ്മൾ വീട്ടുകാരെ പോലെ നമ്മൾ നോക്കിക്കോളും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പം മേയൊക്കെ ആണെങ്കിൽ ഇപ്പം ക്ലൈമറ്റ് മാറി, ഇപ്പോൾ ചെറിയൊരു പനി പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എന്താ പറയുക ഹെൽപ്പ് ചെയ്തായിരുന്നു. ഒരു ചൂടുവെള്ളം അങ്ങനത്തെ കാര്യങ്ങളും ലെമൺ ടീ അതൊക്കെ നമുക്ക് എക്സ്ട്രാ ഇട്ട് തരും. അപ്പോൾ ഒരു എക്സ്ട്രാ കെയർ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഒരു ഹോട്ടലിൽ നിൽക്കുന്നൊരു ഫീലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ നാളെ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും പീസ്.